പി ആർ ശിവശങ്കർ, കേരളീയത്തിന്റെ രണ്ടാമത്തെ എഡിഷനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പി ആർ ശിവശങ്കർ. ആവശ്യമില്ല, അതാ ഞാൻ പറഞ്ഞത്. അരുൺ, ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുന്നതും ആഗ്രഹിക്കുന്നതും, ഒരു ജനാധിപത്യ സർക്കാർ അതിൻ്റെ ഓരോ ദിവസത്തെയും ക്രിയകൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രയോറിറ്റി ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാർ ഇന്ന് ഇത്രയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സർക്കാർ അതിൻ്റെ പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കേരളീയം എന്നുള്ള ഒരു ദൂർത്ത് മുന്നോട്ട് വരുന്നത്? നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് ഇവർ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ, ഇപ്പോൾ ശ്രീ പ്രേംകുമാറും പറഞ്ഞിരുന്നു, ഇത് കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് ഒരു പണം എടുക്കുന്നില്ല. നമുക്കറിയാം, പക്ഷേ അത്തരത്തിലുള്ള ബഡ്ജറ്റുകൾ സംഘടിപ്പിക്കാനായിട്ട് സംസ്ഥാനത്തെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളും എത്രത്തോളം പിരിവുകൾ നടത്തിയിരുന്നു. അത് ഈ സംസ്ഥാനത്തെ കുറച്ച് മുമ്പ് നടത്തിയിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ മറ്റെല്ലാ പരിപാടിയിലും എങ്ങനെയാണ് GST കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ച തുക എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. രണ്ട്, അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത്തരത്തിലുള്ള പണം പിരിച്ചിട്ടില്ല എങ്കിൽ, ഒരൊറ്റ പണവും സംസ്ഥാന സർക്കാരിൽ നിന്ന് കഴിഞ്ഞ തവണ എടുത്തിട്ടില്ല എങ്കിൽ അത് വലിയ സക്സസ് ആണ് എങ്കിൽ എന്തുകൊണ്ടാണത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു മറുപടി ഇതുവരെ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകാത്തത്? അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ കേരളീയത്തിലും മറയ്ക്കാൻ പലതും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡ്, ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി അത് സക്സസ് ആയെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും അതിൻ്റെ മന്ത്രിമാരെല്ലാം നിരന്തരം സഭകളിൽ ഇത് വലിയ കാര്യമായി കൊട്ടിഘോഷിച്ചേനെ, ഇതിൻ്റെ കണക്ക് പറഞ്ഞേനെ, ഇതിൻ്റെ ഇത്ര രൂപ കണക്ക് വന്നു. അത് പ്രേംകുമാറിൻ്റെ തലയിൽ മാത്രം വിരിഞ്ഞ അത്ഭുതകരമായ പ്രതിഭാസമൊന്നുമല്ല. അതേ ഇത്ര രൂപ ചിലവായി, ഇത്ര രൂപയുടെ അസറ്റ്, ഇത്ര രൂപയുടെ ബ്രാൻഡ് പ്രൊമോഷൻ നടന്നു, അതിന് കേരളത്തിന് വലിയ വികസനമുണ്ടായി എന്ന് അക്കമിട്ട് രാജേഷും അതുപോലെ തന്നെ സ്പീക്കർ ഒഴിച്ചുള്ള, പറ്റുമെങ്കിൽ സ്പീക്കറും കയറി പറഞ്ഞേനെ ഇവിടെ ഇത്ര കണക്കുകൾ വിവരം ഉണ്ടായെന്ന്. അപ്പോൾ സംസ്ഥാനത്തിലെ മന്ത്രിസഭയ്ക്കോ അതിലെ മന്ത്രിമാർക്കോ MLA മാർക്കോ CPM-ൻ്റെ നേതാക്കൾക്കോ പറയാനൊന്നുമില്ല ആ വികസനത്തെക്കുറിച്ച് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ഇവിടെ പെൻഷൻ പോലും കൊടുക്കാത്ത സമയം വിചാരിക്കണം. ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ടാക്സ് അതുപോലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് കളക്ഷൻ പോലും മാറ്റി വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ കേരളീയം നടത്തുന്നത്, കേരളീയത്തിൻ്റെ വലിയ വികസനത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യത്തിൽ എനിക്ക് വളരെ വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇതുകൊണ്ട് ആർക്കാണ് ഗുണപരമാകുക എന്ന് അരുൺ ചോദിക്കുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ട് ഏറ്റവും ഗുണമുണ്ടാകാൻ പോകുന്നത് അടുത്ത തവണയും BJPക്കായിരിക്കും, ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ തവണ കേരളീയം നടത്തിയത് ആരൊക്കെയായിരുന്നു? ഒന്ന് ശോഭന 8 ലക്ഷം രൂപ കൊടുത്ത് ഡാൻസ് നടത്തി. രണ്ട്, മുകേഷ് മേടിച്ചു, ഒരു GS പ്രദീപും കൂടി 8,30,000 രൂപ. ശോഭനയേക്കാൾ കൂടുതൽ പണമാണ് GS പ്രദീപിനും മുകേഷും കൂടെ കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ മുരുകൻ നടത്തി, ചിത്ര നടത്തി, അതേപോലെ പിന്നെ കുറേ സ്റ്റീഫൻ ദേവസ്യൊക്കെ നടത്തി. ഇതിൽ നടത്തിയതിൽ ശോഭന BJPയിലേക്ക് വന്നു, ചിത്ര രാമജന്മഭൂമിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു, മുകേഷ് ആണെങ്കിൽ തോക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നടത്തിയിട്ട് സത്യത്തിൽ CPM-ന് നഷ്ടമാണ്, പിന്നെ അതുപോലെ ഗുണമുണ്ടായത് BJPക്കാണ്. അതുകൊണ്ട് ഇനിയും പുതിയ ആളുകളെയൊക്കെ വെച്ച് നടത്തിക്കഴിഞ്ഞാൽ കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ നീണ്ട നിരയാണ്. ഈ കേരളത്തെ കടക്കണിയിലാക്കി ക്ഷാമകാലത്തേക്ക് തള്ളിവിട്ട സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്നൊക്കെ പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ആത്മധൈര്യം വേണം. പി ആർ ശിവശങ്കർ. അല്ല അരുൺ, അതിനൊരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടെ BJP കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ പ്രസിദ്ധനായ ഒരു മുൻ കോൺഗ്രസ് നേതാവിനെയും വെച്ചുകൊണ്ട് കോടതിയിൽ പോയി വലിയ രീതിയിൽ ആർഗ്യുമെൻ്റ് നടത്തിയല്ലോ. 15 ലക്ഷം രൂപയൊക്കെ ഒരു സിറ്റിങ്ങിന് കൊടുത്തുകൊണ്ട് എനിക്ക് 1 കോടിയൊക്കെ ചിലവാക്കി ശ്രീ കപിൽ സിബൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ആർഗ്യുമെൻ്റ് നടത്തിയപ്പോൾ അന്ന് കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് കുടിശ്ശിക ഉണ്ടായിരുന്നതും എന്തൊക്കെയാണ് കൊടുത്തതെന്നും ഇനി എത്ര കൊടുക്കുകയെന്നും അപ്പോൾ പറഞ്ഞപ്പോൾ കടം മാത്രമേ ഇനിയുള്ളൂ, തരാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചോടിയ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അഡ്വക്കേറ്റിനെയും കപിൽ സിബലിനെയും നമ്മൾ കണ്ടു. എന്നിട്ട് അടുത്ത വർഷത്തേക്കുള്ള കടബാധ്യതയായിട്ട് ഞങ്ങൾക്ക് കൂടുതലെന്നാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ വർഷത്തേക്ക് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ചാനൽ ചർച്ചയിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ MLA ഇല്ലാത്ത അസംബ്ലിയിലോ ഇത് പറഞ്ഞ് പാസ്സാക്കാം. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ പോയപ്പോൾ എന്തുകൊണ്ടാണ് കോടതി പറഞ്ഞത്? ഇവിടുത്തെ സ്കൂളുകൾ നന്നായി പ്രവർത്തിക്കുന്നു, ചോരാത്ത സ്കൂളും പൊളിഞ്ഞു വീഴാത്ത പാലങ്ങളും കേരളത്തിൽ നിർമ്മിക്കുന്നു എന്ന് കണ്ട് കുശുമ്പ് കൊണ്ടല്ലേ നിങ്ങൾ കേരളത്തിലെ ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വന്ന കിഫ്ബി ഫണ്ടിന്റെ കഴുത്തി പിടിച്ചത്? എന്നിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ 2016 മുതലുള്ള ഫണ്ടിന്റെ മുഴുവൻ കുടിശ്ശികയും ഈ സർക്കാരിന്റെ പെടലിക്കെടുത്ത് വെച്ച് കൊടുത്തത് ആ സർക്കാർ. കിഫ്ബി ഫണ്ടും പെൻഷൻ ഫണ്ടിന്റെയും കുടിശ്ശിക നിങ്ങൾ മുൻകാല പ്രാബല്യത്തോടുകൂടി കേട്ടുകേൾവിയുണ്ടോ? ബോറോയിങ്ങിന്റെ ഒരു കാര്യം കുടിശ്ശികയായിട്ട് നിങ്ങൾ ഈ സംസ്ഥാന സർക്കാരിന്റെ പെടലിക്കെടുത്ത് വെച്ച് കൊടുത്തിട്ട് ന്യായം പറയുന്നു എന്ന് സാധാരണക്കാരൻ ചോദിക്കും സ്വാഭാവികമായും. പി ആർ ശിവശങ്കർ.
അരുൺ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഈ കേസും കൊണ്ട് സുപ്രീം കോടതി പോയിരുന്നില്ലേ? അങ്ങാണ് ഇതിനേക്കാൾ നല്ലത് വാദിച്ചെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് കപിൽ സിബലിനേക്കാൾ മിടുക്കനായ അഡ്വക്കേറ്റ് ആണെന്ന് അങ്ങ് സ്വയം തീരുമാനിക്കുന്നുണ്ടാവും. ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ കപിൽ സിബലിനെ മാറ്റിയിട്ട് നാളെ അരുൺകുമാർ പോവുക. Debate with Arun Kumar.